അസ്സലാമു അലൈക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള മാക്രോണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മാക്രോൺസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. ഫസ്റ്റ് റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഐസിങ് ഷുഗർ, കാസ്റ്റർ ഷുഗർ, ആൽമണ്ട് ഫ്ലോർ. നമ്മൾ ചെയ്യേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള സ്പാച്ചുല, എഗ് ബീറ്റേഴ്സ്, പിന്നെ ബൗൾ, ഇതെല്ലാം നമ്മൾ വിനിഗർ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് വൈപ്പ് ചെയ്യണം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് ഇതിൽ എന്തെങ്കിലും ഫാറ്റ് കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്രോൺസ് ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് വെയിറ്റ് മെഷർ ചെയ്യാനുള്ള സ്കെയിൽ വേണം. ഞാനിവിടെ 40 ഗ്രാംസ് എഗ് വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഐസിങ് ഷുഗറും ആൽമണ്ട് ഫ്ലോറും ആണ്. ആൽമണ്ട് ഫ്ലോർ 47.5 ഗ്രാംസും ഐസിങ് ഷുഗർ 42.5 ഗ്രാംസും ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ 2-3 വട്ടം പൾസ് ചെയ്തെടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത്, ബട്ടർ റിലീസ് ആവും. അപ്പോൾ 2-3 വട്ടം നിർത്തിയിട്ട് ചെയ്യാം. ഇനി ഒരു ബൗൾ ഇതേപോലെ വൈറ്റ് വിനെഗർ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത ശേഷം ഇതിലോട്ടാണ് നമ്മൾ സിഫ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും വലിയ ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇത് ഡബിൾ സിഫ്റ്റ് ചെയ്യുന്നതാണ് ഭയങ്കര ഫൈൻ ആൻഡ് സ്മൂത്ത് ടോപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാസ്റ്റർ ഷുഗറാണ്. അപ്പോൾ നമുക്കിതൊന്ന് മെഷർ ചെയ്തെടുക്കാം. നമുക്ക് കാസ്റ്റർ ഷുഗർ വേണ്ടത് 37.5 ഗ്രാം ആണ്. പിന്നെ ഈ കപ്പിന് 15 ഓൾറെഡി മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 55 എടുത്തിട്ട് ആദ്യത്തെ മെഷർ ചെയ്ത് മൈനസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ആവശ്യമായിട്ടുള്ളത് 37.5 ഗ്രാംസ് ആണ്. ഫസ്റ്റ് നമുക്ക് എഗ്ഗ് ലോ സ്പീഡിലിട്ടിട്ട് ഒരു 3 മിനിറ്റ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം കാസ്റ്റർ ഷുഗർ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എഗ്ഗ് നല്ല സ്റ്റിഫായി വന്ന ശേഷം നമുക്ക് പൈപ്പിംഗ് ബാഗ്, കളറ്, പിന്നെ മാക്രോൺ ഷീറ്റ് ഇതെല്ലാം റെഡിയാക്കി വെക്കണം. ഫ്ലോർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ആ ഒരു ഇത് പുറത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഇനി നമ്മൾ സിഫ്റ്റ് ചെയ്ത് വെച്ച ഫ്ലോർ ബാച്ചസ് ആയിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു മിക്സ് ഓവർ മിക്സ് ചെയ്യാനും പാടില്ല, അണ്ടർ മിക്സ് ആവാനും പാടില്ല. ഇതേപോലെ റിബൺ ലൈക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് കണ്ടില്ലേ, വിടാതെ റിബൺ ലൈക്ക് അങ്ങനെ വരുന്നത്. അങ്ങനെ ഒരു 15 സെക്കൻഡ് ആവണം. നെക്സ്റ്റ് കളർ ഞാൻ 2 കളറാണ് എടുത്തിട്ടുള്ളത്, യെല്ലോയും റെഡും. അപ്പം പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു സൈഡിൽ യെല്ലോയും അതർ സൈഡിൽ റെഡും ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു ഈസി ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. നോർമലി 2 ബൗളിലാക്കി കളർ മിക്സ് ചെയ്ത് അങ്ങനെ വേറൊരു പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ടാണ് ഇതിലോട്ട് ഇടാറ്. പക്ഷേ ഈ ഒരു ടിപ്പ് അടിപൊളിയാണ്, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രണ്ട് സൈഡിലും കളറാക്കിയ ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൈപ്പ് ചെയ്യുന്ന ടൈമിലാണ്. പൈപ്പിംഗ് ബാഗ് ഇതേപോലെ 90 ഡിഗ്രിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് സർക്കുലർ ഷേപ്പിൽ ഈവൺ ആയിട്ട് വേണം നമ്മൾ പൈപ്പ് ചെയ്തെടുക്കാൻ. പൈപ്പിങ്ങിൽ മിസ്റ്റേക്സ് വന്നാൽ ഓഫ് സൈഡ് ആവാനൊക്കെ റീസൺ ആണ്. നമ്മൾ പൈപ്പ് ചെയ്ത ശേഷം ഷീറ്റ് ഇതേപോലെ ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ട്രാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിതൊരു 45 to 60 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചെറിയൊരു സ്കിൻ ഫോം ചെയ്യുന്നവരെ വെക്കണം. ഇത് വെച്ചിട്ടില്ലെങ്കിൽ ടോപ്പ് ക്രാക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ടോപ്പ് ആൻഡ് ബോട്ടം ഹീറ്റിൽ 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ 20 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് 5 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മളെ മാക്രോൺസ് ഫ്ലോപ്പ് ആണോ അല്ലേന്ന്. ഈ ഫീറ്റ് വന്നത് കണ്ടില്ലേ, ഈ ഫീറ്റ് വരലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്.
ഇത് നമ്മളെ മാക്രോൺസിൽ ഫീറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഇഷ്ടമുള്ള ഫ്ലേവർ വാനില, ചോക്ലേറ്റ്, പിന്നെ ഗനാഷെ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഫില്ലിംഗ് ആയിട്ട് എടുക്കാം. ഫില്ലിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇനി ഓരോ ഷെല്ലും എടുത്തിട്ട് അതിൻ്റെ പെർഫെക്റ്റ് പെയേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മളിതാ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ടർ ക്രീമാണ്, കോഫി ആൻഡ് ചോക്ലേറ്റ് ബട്ടർ ക്രീം. അങ്ങനെ നമ്മൾ അടിപൊളി മാക്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കിയാണ്. ഇത് ഉണ്ടാക്കിയവർക്കും അറിയാം അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഇതിൽ പറഞ്ഞ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് പുറമേ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇവിടെ പെർ പീസ് 10 dirhams to 12 dirhams ആണ് വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ടൈമിൽ നല്ല ഫ്ലോപ്പായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോസും ഞാൻ അതിൽ കൊടുക്കാം. ഇത് ഞാൻ ആൽമണ്ട് ഫ്ലോർ ഒന്നും ഇല്ലാതെ മൈദ വെച്ചിട്ടുണ്ടാക്കിയതായിരുന്നു. ഇതിങ്ങനെ ഈ ഒരു കുക്കീൻ്റെ ഭംഗിയും ടേസ്റ്റൊക്കെ കാണുമ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി സക്സസ് ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഈ മാക്രോൺസ് പഠിക്കാൻ വേണ്ടിയിട്ട് മാക്രോൺസിൻ്റെ ക്ലാസ്സിനൊക്കെ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഒക്കെ വരുന്നത് പ്രൈസ് 5K 6K ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എന്തായിരിക്കും ഇത്ര ബുദ്ധിമുട്ട്, എന്തായാലും ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ ശരിയായി വന്നു. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സക്സസ് ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് യൂട്യൂബിലൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് കണ്ടില്ലേ ഷെൽസൊക്കെ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.